അങ്ങനെ കൊച്ചി മുസൂരിസ് ബിനാലയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഒരുപാട് കിടക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു വലിയ വിസ്മയമായിരിക്കും കണ്ടിടത്തോളം. ഇനി കാണാൻ പോകുന്ന കാഴ്ചകളോ എന്തായിരിക്കും? അത് ഞാൻ പറയട്ടെ, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് ഭയങ്കരയേറെ എക്സൈറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു ബിനാലായിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഒത്തിരി അർത്ഥങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് ഇതൊന്നും അറിയാതെയും ആസ്വദിക്കാതെയും നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മള് ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ പോലും ഒത്തിരി ആളുകള് ഇതിനൊന്നും വരാതെ, ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാതെ ഒത്തിരി ആളുകളുണ്ട്. അല്ലാതെ കേരളത്തിന്റെ എമ്പാടുമുള്ള പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇനിയും ഇവിടെ വരേണ്ടിയിരിക്കുന്നു, ഇത് കാണേണ്ടിയിരിക്കുന്നു, ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സൗമ്യ, കൊച്ചി മുസൂരിസ് ബിനാലയുടെ വിസ്മയകരമായ വിശേഷങ്ങൾ ദൂരദർശന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ പരിപാടി നമുക്ക് തുടരാം. കാണുക. ഷിരാസ് ബൈജു പറഞ്ഞ ആർട്ടിസ്റ്റാണ്. ആള് മൊറീഷ്യസിനാണ്. അപ്പൊ ഇതിന്റെ പേര് പാത്ത് ടു ദ സീ, കടലിലേക്കുള്ള വഴി എന്നാണ്. കടലിലേക്കുള്ള വഴി, കായലിലേക്ക്. അതെ 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 അതെ. അപ്പോ ഇവിടെ വന്നിട്ട് കടലിലൂടെ സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതിനെ കുറിച്ചാണ് ആണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഡച്ച്, അതെ, പ്രത്യേകിച്ച് കേരളത്തില് ഉള്ള വിഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാരും ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇവരെല്ലാരും അത് എടുത്തു വെക്കുകയും അവർ സ്വന്തമായി ഉപയോഗിക്കുകയും അത് ഇവിടുത്തെ ആൾക്കാർക്ക് പോലും ചില സമയങ്ങളിൽ കിട്ടാതെ വരികയുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഡച്ചുകാരുള്ള സമയത്ത് ഇവര് എല്ലാം എടുത്തു വെക്കും, ഇവര് കൊടുക്കില്ല. കാരണം ഇതിന് മൂല്യം കൂടാൻ വേണ്ടിയിട്ട്, കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരിത് എടുത്തു വെക്കുകയും. ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ കുരുമുളക് എടുത്തു വെച്ചാണ് അതിന്റെ പേര് ബ്ലാക്ക് ഗോൾഡിന് വന്നത്. അതെ, അന്ന് അപ്പൊ സ്വർണത്തിന്റെ വിലയും കുരുമുളകിന്റെ വിലയും ഒരേപോലെയായി. അങ്ങനെയാണ് ബ്ലാക്ക് ഗോൾഡ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ കേരളത്തിലേക്ക് അധിനിവേശം ഉണ്ടാകുന്നത്. അതെ അതെ അതെ, കുരുമുളകിന് വേണ്ടിയാണ് പലരും വന്നത്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ ചെറിയ ഡച്ച് സോൾജേഴ്സിനെ കാണും. ഇവരിങ്ങനെ ഭയങ്കര അടുത്ത് നിന്ന് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ക്രോപ്സും സംഭവങ്ങളൊക്കെ. അതെ അതെ, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. സോ ഇതിന്റെ ഉള്ളിൽ നോക്കുമ്പോഴും ചില സ്ഥലത്ത് നമ്മൾ ചില ഡച്ച് സോൾജേഴ്സിനെ കാണാം. അപ്പോൾ ഇവര് എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങളാണ് ഇത്. പക്ഷെ ആരെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിസ്റ്റ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് കടലിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ് കടലിൽ കാണുന്നുണ്ട്. അതെ, പിന്നെ ഇത് കുരുമുളകിന്റെ ചെടികളാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ചെടികൾ അവർ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോയി അതിനെ കുറിച്ചൊക്കെയാണ്. അതെ അതെ. ദൃശ്യകല, ഡിസൈൻ, സാഹിത്യം, സിനിമ, ഫോട്ടോഗ്രാഫി, സംഗീതം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള 14 കലാകാരരുടെ കൂട്ടായ്മയാണ് പഞ്ചേരി ആർട്ടിസ്റ്റ് യൂണിയൻ. വിഭജനം,
കുടിയിറക്കങ്ങൾ, ക്ഷാമം, യുദ്ധം തുടങ്ങി തങ്ങൾ കൂട്ടായി അനുഭവിച്ച സാഹചര്യങ്ങളാണ് അവരെ ചേർത്ത് വയ്ക്കുന്നത്. രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഒരു രൂപമായ ഈ പ്രവർത്തനം പങ്കിട്ട ഓർമ്മകളുടെ ബാക്കി പത്രത്തെ പുതിയ സാഹചര്യങ്ങളിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. കൊച്ചി മുസൂരീസ് ബിനാലെയിൽ തങ്ങൾ ചിലവഴിക്കുന്ന 100 ദിവസങ്ങൾ പഞ്ചേരി അംഗങ്ങൾ സൃഷ്ടിപരവും സംവാദാത്മകവും പാഠ്യശാസ്ത്രപരവുമായ ഒരു ഇടം രൂപപ്പെടുത്താൻ വിനിയോഗിക്കും. കലാപരമായ സഹകരണം, പൊതുസംവാദം, സാമൂഹ്യ പങ്കാളിത്തം എന്നിവ വളർത്തിയെടുക്കുന്നതും സുഗമമാക്കുന്നതുമായ ഒരു വേദി. ബംഗാളിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന സമുദ്ര വ്യാപാരത്തിന്റെ ചരിത്രം, കർഷക പ്രക്ഷോഭങ്ങൾ, ജാതിവിരുദ്ധ സമരങ്ങൾ, തൊഴിലാളി കുടിയേറ്റവുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പ്രതിസന്ധികൾ തുടങ്ങി പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന വിഷയങ്ങൾ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. കൊച്ചി മുസൂരീസ് ബിനാലെയിലെ അവരുടെ വേദി പ്രദർശനത്തിന്റെ ചട്ടക്കൂടിനപ്പുറത്തു നിൽക്കുന്ന സജീവമായ ഒന്നാണ്. സംവാദാത്മക ഇടപെടലുകളിലൂടെയും ആർക്കൈവൽ പുനർവായനകളിലൂടെയും തുടർച്ചയായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം. ഇവിടെ സംവാദങ്ങളുടെയും പഠനാനുഭവങ്ങളുടെയും പരമ്പരയിൽ മുഴുകാനും അഹം എന്നതിൻ്റെ പുരാവസ്തുശാസ്ത്രം തിരയാനും അവർ സന്ദർശകരെ ക്ഷണിക്കുകയാണ്. ഇന്തോനേഷ്യയിലെ യോഗ്യകർത്തയിലെ ജോംപെറ്റ് കുസ്യുതനാന്തോ എന്ന ആർട്ടിസ്റ്റ് ഇന്തോനേഷ്യയുടെ അനേകം സാംസ്കാരിക പരിവർത്തനങ്ങളും കൊളോണിയൽ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട സ്മരണകളും സാമൂഹിക മുറിവുകളും സുഹാർത്തോ ഭരണകാലത്തു നിന്നും ജനാധിപത്യത്തിലേക്കുള്ള മാറ്റവും പ്രതിഫലിപ്പിക്കുന്ന കലാപ്രതിഷ്ഠകൾ, വീഡിയോകൾ, ശബ്ദകലകൾ, പ്രകടനങ്ങൾ മുതലായവ സൃഷ്ടിക്കുന്ന ആർട്ടിസ്റ്റാണ്. ചരിത്രരേഖകളും അഭിമുഖങ്ങളും സാക്ഷ്യങ്ങളും വികസിപ്പിച്ച് കണ്ടെത്തിയ വസ്തുക്കൾ, വസ്ത്രങ്ങൾ, വേദി രൂപകൽപ്പന എന്നിവ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ കൃതികൾ സന്ദർശകരെ ആഴത്തിൽ സ്പർശിക്കുന്നവയാണ്. കൊച്ചി മുസൂരീസ് ബിനാലെയിൽ കുസ്യുതനാന്തോ അവതരിപ്പിക്കുന്ന ഗോസ്റ്റ് ബാലറ്റ് എന്ന കലാപ്രതിഷ്ഠ കേരളത്തിന്റെയും ഗോവയുടെയും സംഗീത പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടെത്തുന്നു. കടലിനെ പറ്റി പോർച്ചുഗീസ് ഭാഷയിലുള്ള വിഷാദാത്മക ഗാനങ്ങളുടെ സംഗീതധാരയായ ഫാദോയും 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് പട്ടാളക്കാർ ഇന്തോനേഷ്യൻ തീരങ്ങളിൽ എത്തിച്ച ജാവയിലെ കൊറങ്കോങ് സംഗീതവും തമ്മിലുള്ള സാദൃശ്യങ്ങൾ ഈ കൃതി അന്വേഷിക്കുന്നു. ഇന്ത്യയിലെ കൊച്ചിയിലെയും ഇന്തോനേഷ്യയിലെ യോഗ്യകർത്തയിലെയും ജനങ്ങളുടെ നിത്യജീവിത വസ്ത്രങ്ങളും ചെരുപ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ച പ്രേത സാന്നിധ്യങ്ങളുടെ കൂട്ടം കൊളോണിയൽ കാലം മായ്ച്ചു കളഞ്ഞവരുടെ അഭാവത്തെ ഓർമ്മിപ്പിക്കുന്നു. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നിന്ന് സെറാമിക്സിൽ പരിശീലനം നേടിയ നിത്യൻ ഉണ്ണികൃഷ്ണൻ ഏകദേശം 1 ദശാബ്ദത്തോളം ആ രംഗത്ത് പ്രവർത്തിച്ചതിന് ശേഷം പെയിന്റിങ്ങിലേക്ക് തിരിഞ്ഞു. അക്രലിക് ഉപയോഗിച്ച് ക്യാൻവാസിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന ഗാഢമായ ദൃശ്യഭൂമികളുടെ ഉപരിതലങ്ങളിൽ യാഥാർത്ഥ്യവും സാങ്കല്പികതയും ഇഴചേരുന്ന അനവധി സൂക്ഷ്മകഥകൾ അന്തർലോകങ്ങളെ തേടിപ്പോകുമ്പോഴും പല ഘടകങ്ങളുടെ ആധിക്യത്തിലാണ് ഈ ദൃശ്യങ്ങൾ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നതായി കാണാം. കൊച്ചി ബിനാലെയിൽ നിത്യൻ അവതരിപ്പിക്കുന്ന ഓൾ ഓഫ് അസ് തകർച്ചയുടെ മധ്യത്തിൽ അസ്തിത്വത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന 4 ചിത്രങ്ങളുടെ പരമ്പരയാണ്. അപ്പോൾ ഇതൊക്കെ
ഇതിനകത്ത് വരാത്ത കാര്യങ്ങളില്ല. ഇല്ല. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കുറെ നിറങ്ങൾ വരുന്നു, ഉം. പലതരം ദൃശ്യങ്ങള്, അതെ. ചിലപ്പോ കലാപങ്ങളും, ഭദ്രകാളി ഉണ്ട്, തല നഷ്ടപ്പെട്ടത്, അതുപോലെ മലമ്പുഴ യക്ഷിയുണ്ട്. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഈ ആർട്ടിസ്റ്റ് നിത്യൻ ഉണ്ണികൃഷ്ണനാണ് ആളുടെ പേര്. ആള് കോഴിക്കോടുകാരനാണ്. അപ്പൊ ആള് സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ, നമ്മൾ വേദന അനുഭവിക്കുന്ന രീതി, ഇപ്പൊ പല മനുഷ്യർ വേദന പല രീതിയിലല്ല അനുഭവിക്കുക. ആ വേദനകളെയാണ് പുള്ളിക്കാരൻ വരയാൻ ശ്രമിച്ചിട്ടുള്ളത്. ആള് ലാൻഡ്സ്കേപ്പുകളാണ് വരച്ചിട്ടുള്ളത്, വലിയ ലാൻഡ്സ്കേപ്പുകളാണ്. പക്ഷെ ലാൻഡ്സ്കേപ്പിൽ ആള് പോർട്രേറ്റ്സ് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളുടെ വേദന എങ്ങനെയാണ് അവർ അനുഭവിക്കണമെന്നാണ് ആള് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മലമ്പുഴ യക്ഷിയാണെങ്കിലും ഭദ്രകാളിയാണെങ്കിലും ഇവരുടെ ഇടയിലൊക്കെ വേദനകളുണ്ടല്ലോ. അപ്പോൾ ആ വേദനകളാണ് ആള് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആള് ഒരു കാര്യം പറഞ്ഞ വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ വേദന അനുഭവിക്കുന്ന സമയത്ത് ഭയങ്കര ലൗഡായിട്ടാണ് നമ്മൾ വേദന അല്ലെങ്കിൽ വിഷമം പ്രകടിപ്പിക്കുക, നമ്മൾ കരയും. നമ്മൾ വളർന്ന് വല്ലാതെ അതെ, നമ്മൾ ലൗഡല്ല, നമ്മുടെ വേദനകളൊക്കെ ഭയങ്കര സൈലൻസസ് ആണ്. അപ്പോൾ ആളിവിടെ അതാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും നമ്മൾ വേദനകൾ എങ്ങനെയൊക്കെയാണ് അനുഭവിക്കുന്നത്, ആ വേദനകളെയാണ് ആൾ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ കുറെ പ്രശ്നങ്ങൾ നമ്മളുണ്ടല്ലോ, ഇപ്പൊ ഗാസ, പലസ്തീൻ, അതേപോലെ തന്നെ ഇവിടെ. പക്ഷെ അതൊന്നും ഇതിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. അല്ല, ഈ ചിത്രത്തിലല്ലാണ്ട് വേറെ ചിത്രങ്ങൾ അതിലും ഇവിടെയൊക്കെ വന്നിട്ട് അങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല കാണുമ്പോൾ. ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? സൗമ്യക്ക് എന്ത് തോന്നുന്നു? എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സമൂഹത്തിൽ ഒത്തിരി നല്ലതും ചീത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജീസ് മൊത്തം പൊളിച്ചെടുക്കിയിട്ട് ഒരു പോസിറ്റീവ് എനർജി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു തീമാണ് എനിക്ക് ഇതിന്ന് മനസ്സിലായത്. പിന്നെ നമ്മൾ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ആ കാഴ്ചക്കാരൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ അത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കണം എന്നുള്ളത്. कमलजीत। नीरज। सेम हियर। आप किधर से हैं? मैं पंजाब से। पंजाब में आई एम फ्रॉम मुक्तसर। मुक्तसर इज अ स्मॉल टाउन इन द नॉर्थ वेस्ट ऑफ पंजाब। You came to Binale or some other purpose? Specifically for Binale, I came for 5 days for Binale. So Binale watching के लिए. What is your experience? Really nice. This is my second time in Kerala. Last time I was in the southern part of the Kerala, but Binale is way better than what I could have imagined. Experiencing art in like on 1:1. I was checking out Binale for last 3 years on Instagram and phone photos, but when you see something in person and you feel it, it's different. It's really nice. Actually, आप कौन सा काम करता है? I'm an architect and I also design furniture. That's why you came. Actually, I studied at NIT Ahmedabad, so then I got some idea about art and I started appreciating it, loving it, experiencing it. So, and here another interesting thing that I found here is there are a lot of artworks I found that are talking about the times we are living in, that are talking about the stage we are living in. They are raising the point, they're raising the voice, which is highly needed and which can't be said the way it is said. That is also the curatorial idea of this. It's for the time. For the time. So we are also talking about the time that we are in, and also it also talks about the human condition. Everything in our life is for the time being. It just passes. So have you seen Aspen? Yeah. So do you have any favorites as of now? I do. Yes, I do have favorites. I like the one in the Anand Warehouse. That's the place where I love the most. The 2-3 of them. The one is definitely, being an architect, I really love the Parliament of Ghosts. The scale, the scale, the way the drapes, the jute drapes on the wall, and they use the full volume to get that idea. And then I also love the artwork of a Punjabi artist, Kulpreet Singh. He talked about a very, very big issue which is in Punjab, and the way he talked, the way movie he shot, it was really nice. And other than that, the ones in SMS Hall are
also pretty interesting. The one which is on Delhi waste. Yeah, Niroj Satpathy. Yeah. So the Delhi the waste is in general, it's a big issue, and the way, and it's not a 1 day work or 1 year work. It's like it's a long work. It's a long work, and the way he showed it, it really provokes you, and you sit and you need to think. ന്യൂയോർക്കിൽ പ്രവർത്തിക്കുന്ന ഉത്സ ഹസാരിക വീഡിയോ, കലാപ്രതിഷ്ഠ, ശില്പം എന്നീ കലാമാധ്യമങ്ങളിലൂടെ അധികാരത്തിൻ്റെ സമഗ്ര മാധ്യമ ഇന്റർഫേസുകൾ അപനർമ്മിക്കുന്നു. സന്ദർശകരെ ആകർഷിച്ചുകൊണ്ട് യന്ത്ര എന്ന വാതിൽപ്പുറ ശില്പം സ്ഥാപിച്ചിരിക്കുന്നു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിന്റെ മാതൃകയിലുള്ള നിർമ്മിതിയാണിത്. 18-ാം നൂറ്റാണ്ടിലെ ഈ വാന നിരീക്ഷണാലയം ഇന്ത്യയിലെ പൊതുജന പ്രതിഷേധങ്ങളുടെ നീണ്ട ചരിത്രത്തിന് സാക്ഷിയും വേദിയുമാണ്. ഈ നിരീക്ഷണാലയത്തിലെ ഉപകരണമായ സാമ്രാട്ട് യന്ത്ര എന്ന സൂര്യഘടികാരത്തിൻ്റെ രൂപവും ആത്മീയ ഭാവവും ഹസാരിക തൻ്റെ ശില്പത്തിലേക്ക് ആവാഹിക്കുന്നു. പുറത്തെ പ്രദർശന വസ്തു കണ്ട ശേഷം അകത്തേക്ക് നമ്മൾ കടക്കും തോറും യന്ത്രമുറിയിലേക്ക് തുളച്ചു കയറുന്ന ഒരു ലോഹപ്പട്ടയായി മാറുകയാണ്. സൂര്യന്റെ ദിനയാത്രയെ അനുകരിക്കുന്ന ഒരു സ്പോട്ട് ലൈറ്റിന്റെ ചലനത്തിൽ അവ പ്രകാശിക്കുന്നു. ഈ സൃഷ്ടിയിൽ യന്ത്രയുടെ രൂപത്തിലുള്ള ഒരു ഗ്ലാസ് കേസിനുള്ളിൽ ഒരു പവിഴ മുല്ലച്ചെടി കാണാം. വൻതോതിൽ നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനും വിധേയമാകുന്ന ന്യൂഡൽഹിയുടെ അക്ഷാംശത്തിന് നേരെയാണ് ഇതിന്റെ ഘടികാര സൂചി തിരിച്ചു വച്ചിരിക്കുന്നത്. ശ്രീലക്ഷ്മി, ഈ ചിത്രങ്ങളെ കുറിച്ച് എന്താണ് ശ്രീലക്ഷ്മിക്ക് പറയാനുള്ളത്? സോ ഇതൊരു പെയിന്റിങ്സ് ആണ്. മാത്യു കൃഷ്ണനു ആണ് ആർട്ടിസ്റ്റിന്റെ പേര്. അപ്പോൾ മാത്യു കൃഷ്ണനു ബേസിക്കലി ഫ്രം ബംഗ്ലാദേശിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അവരിവിടെ വന്നപ്പോൾ ഉണ്ടായ കുറെ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് പെയിന്റിങ്സ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രീസ്റ്റ് ആയിരുന്നു. അതെ, പ്രീസ്റ്റ് ആയിരുന്നു. ഒറിജിനൽ പക്ഷെ പുള്ളി വേറെ ഏതോ കൺട്രി അല്ലേ, UK-ലെ. അങ്ങനെയാണ്. പൊതുവെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലം എല്ലാം ഈ ചിത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദറാണ്. നമ്മളിവിടെ കൂടുതലും ഇപ്പൊ നമ്മള് കുറെ ഇൻസ്റ്റലേഷൻസ് ആണ്, പ്രതിഷ്ഠാപനങ്ങൾ. അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ എല്ലാം കുറെ പെയിന്റിങ്സ് വന്നിരിക്കുകയാണ്. വളരെ നിശ്ചലമായ ചിത്രങ്ങളെങ്കിലും അത് കുറെയൊക്കെ ചലിക്കുന്നതായി നമുക്ക് തോന്നാം വേണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക്. വരുന്നത് ഇവിടെ INS ദ്രോണാചാര്യ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടത്തെ പെയിന്റിങ്സ് ആണ് ആർട്ടിസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ ബാനിയൻ ട്രീസ് കാണാം. ആ സ്ഥലങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണല്ലേ? അതെ, കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചിയുടെ ചില പ്രധാന ഐഡന്റിറ്റി എന്ന് പറയാവുന്ന. ഇത് വരുന്നത് അവരുടെ ബ്രദർ തമ്മിലുള്ള ഒരു അഫെക്ഷൻ കാണിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ്. ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലെ പാപ്പുംപാരെ ജില്ലയിലെ പ്രധാന നഗരമായ നഹർലാഗുനിൽ ജനിച്ച കലാകാരിയാണ് മിനം അപാങ്. പ്രവർത്തന മേഖല ഗോവയിലാണ്. മിനം അപാങ്ങിന്റെ സൂക്ഷ്മവും സ്വാഭാവികവുമായ അടയാള രചന അവരുടെ സ്വദേശമായ അരുണാചൽ പ്രദേശിലെ തദ്ദേശീയ നാടോടി കഥകളിലും വായ്മൊഴികളിലും ഊന്നിയ സൃഷ്ടിപുരാണങ്ങൾ, ഹൈബ്രിഡിറ്റി, ചക്രാകാര ഘടനകൾ എന്നിവയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്.
കൊച്ചി മുസൂരീസ് ബിനാലെയിൽ അപാങ് അവതരിപ്പിക്കുന്ന സ്പെക്ടർ ഓഫ് വാർ, ബിഗ് തീഫ് എന്ന ദ്വിഭാഗ കലാപ്രതിഷ്ഠ ആരംഭിക്കുന്നത് തുണിയിൽ കൽക്കരി കൊണ്ട് വരച്ച കാടിൻ്റെയും അതിൽ അതിക്രമിച്ചു കടക്കുന്ന പട്ടാള രൂപങ്ങളുടെയും ദൃശ്യത്തിൽ നിന്നാണ്. ഈ ആഖ്യാനം കലാകാരിയുടെ നാടായ അരുണാചൽ പ്രദേശിലെ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അവിടെ ആസൂത്രണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം നിർമ്മാണം ആദിജനതയുടെ വാസസ്ഥലമായ സിയാങ് ഗോർജിനെ തുടച്ചു നീക്കാൻ പോന്നതാണ്. സസ്യ ജന്തുജാലങ്ങളെയും നദിയെയും മാത്രമല്ല, ഒരു സജീവ സമൂഹത്തെയും അവരുടെ സാംസ്കാരിക ചരിത്രത്തെയും കൂടിയാണ് ഈ പദ്ധതി ഭീഷണിയിലാഴ്ത്തിയത്. അപാങ്ങിന്റെ ചിത്രങ്ങൾ കടന്നുകയറ്റങ്ങളും അതിജീവനവും തമ്മിലുള്ള നിരന്തര സംഘർഷങ്ങളെയും കോർപ്പറേറ്റ് ഭരണകൂട ഹിംസകളെയും തദ്ദേശീയ സമൂഹങ്ങൾ മണ്ണുമായും കാടുമായും നദിയുമായും പുലർത്തുന്ന ആത്മബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നവയാണ്. And Sunil Nathji, when I got to know that you guys are from Doordarshan, it's really happy to still see that Doordarshan is producing something. Yeah, Doordarshan is producing. Still going. With all these social media and all, Doordarshan is, for me at least, it was slowly fading away. But I'll get back to the Doordarshan. Doordarshan is the basement It's the of television industry. It is 100%. Visual media. 100%. Started from Doordarshan. Indeed. കൊച്ചി മുസൂരീസ് ബിനാലെയുടെ വിശേഷങ്ങൾ പങ്കുവച്ച ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.